ഇന്നിവിടെ പ്രസംഗിക്കണ്ട സുറാദി ഖാസിമി ഉസ്താദിന് നടുവേദനയാണ്, വേറെ ഒന്നുമല്ല. ഇൻഷാ അല്ലാഹ് നടുവേദന വന്നാൽ എന്താണ് പ്രയാസം നമുക്കൊക്കെ അറിയാം. അപ്പൊ നമ്മൾ നടുവേദന പറയുമ്പോൾ നിസ്സാരമായിട്ട് കാണും, പക്ഷെ അങ്ങനല്ല. നടുവിൽ ഡിസ്കിന് കംപ്ലൈന്റ് വന്നിട്ട് സ്പൈനൽ കോഡ് തള്ളി പുറത്തോട്ട് വന്നിട്ടുണ്ട്. അത് കാലിലെ ഒരു ഞരമ്പുമായിട്ട് ബന്ധപ്പെട്ട് അതിൽ മുട്ടിയിട്ടുള്ള വേദനയാണ്. ഇപ്പൊ കുറെ യൂട്യൂബുകാർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ഹമുക്കുകൾ പല രീതിയിലാണ് വാർത്ത ഉണ്ടാക്കണം. ഇപ്പൊ ഇന്നലെ എനിക്ക് ആരും ഒരു വാർത്ത അയച്ചിട്ടുണ്ട്, രാജസ്ഥാനി ക്യാൻസർ ആണ് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അതൊന്നല്ല ക്യാൻസറും പ്രശ്നമൊന്നുമല്ല, വേറെ പ്രയാസമൊന്നും. ഞങ്ങള് അടുത്ത കൂട്ടുകാരാണ്, ഒരു 3 ആഴ്ച മുമ്പ് ഞങ്ങൾ കണ്ടതാണ്, ഇന്നലെയും കൂടെ ഞാൻ വിളിച്ചതാണ്. അപ്പൊ വേറെ പ്രയാസമൊന്നുമില്ല. നടുവിൽ സ്പൈനൽ കോഡ് തള്ളി പുറത്തു വന്നിട്ട് അത് പണ്ടൊരു വെയിറ്റ് എടുത്താണ്, ആ വെയിറ്റ് എടുത്തു. പിന്നെ സ്വാഭാവികമായിട്ട് ആൾക്ക് പൊക്കം കൂടുതലായതുകൊണ്ട് വണ്ടിയിലുള്ള യാത്ര ശരിയാവൂല. അപ്പൊ പിന്നെ നിന്നുകൊണ്ടുള്ള പ്രസംഗം അതും ഇതൊക്കെ ആയപ്പോൾ ആരോഗ്യം തീരെ ശ്രദ്ധിക്കാതെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടുള്ള വേദനയാണ്. അത് ചിലപ്പോൾ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. ഇപ്പൊ ആലുവയിൽ ഒരു ഹോസ്പിറ്റലിൽ ആയുർവേദ ട്രീറ്റ്മെന്റിലാണ്. അപ്പൊ യൂട്യൂബിലൊക്കെ വരണം നോക്കണ്ട. അപ്പൊ യൂട്യൂബിൽ ചില ആളുകൾ ക്യാൻസർ ആന്ന് പറയുന്നുണ്ട്, ചില ആളുകൾ തൊണ്ട വയ്യാത്തന്ന് പറയും. അതൊന്നുമല്ല, ഈ പൈസ കിട്ടാൻ വേണ്ടി യൂട്യൂബിൽ വാപ്പ ഉമ്മാക്കുമ്പോ ചെയ്യാത്ത നിരക്കാത്ത രീതിയിലുള്ള ചില കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും നമുക്ക് ഇടുമ്പോ പൈസ കിട്ടും. യൂട്യൂബിൽ ഒരാളെ പറ്റിയിട്ട് എഴുതിയിടുമ്പോൾ അതിൽ പൈസ കിട്ടും. അവരുടെ കുടുംബത്തിന്റെ മാനസികാവസ്ഥ ആരും ചിന്തിച്ചിട്ടില്ല. ഇപ്പൊ ഏകദേശം ഒരു മാസം മുമ്പ് ഞാൻ സിറാസ്താവും മംഗലാപുരത്ത് റൂമിൽ താമസിക്കുന്ന സമയത്ത് താഴത്തിരുന്നാല് എണ്ണീക്കൂല. ഞങ്ങൾ ആരെങ്കിലും പൊക്കിയെടുക്കണം, തൂക്കിയെടുത്താൽ മാത്രമേ പൊങ്ങിയെടുത്തുള്ളൂ. അതാണ് അവസ്ഥ എന്ന് പറയണേ. അതാണ് നിസ്കരിക്കാൻ കഴിയില്ല എന്നൊരു ദ്വാരെന്ന് അതാണ് പറഞ്ഞത്. സുജൂദ് ചെയ്യാൻ നേരവേ കഴിയില്ല, ഇരുന്നുകൊണ്ട് നിസ്കരിക്കാൻ പറ്റില്ല. അങ്ങനെ വലിയൊരു പ്രയാസത്തിലാണ്. വേദന തന്നെ. പക്ഷെ ക്യാൻസറോ അതുപോലത്തെ രോഗമൊന്നുമില്ല. അപ്പൊ ഈ യൂട്യൂബിലൊക്കെ റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് പല രീതിയിലാണ് സുബ്ഹാനല്ലാഹ് കരയുന്ന ഫോട്ടോ വെച്ചിട്ട് തമ്പനയിൽ ഉണ്ടാക്കുക. അങ്ങനെ പല രീതിയിൽ അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. അല്ലാഹു ക്യാൻസർ എന്ന മഹാമാരി അല്ലാഹു കൊടുക്കാതിരിക്കുമാറാവട്ടെ. ഇങ്ങനെയൊക്കെ വിടുമ്പോ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ, ഭാര്യയുടെ വിഷമം, മക്കളുടെ വിഷമം, ജ്യേഷ്ഠന്മാരുടെ വിഷമം, അളിയന്മാരുടെ വിഷമം ഒക്കെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ അതൊന്നുമല്ല, ക്യാൻസറോ തൊണ്ടയ്ക്ക് വയ്യാത്ത വേറെ ഒന്നുമില്ല. നടുവിനുള്ള വേദന, സ്പൈനൽ കോഡിന് വേദന വന്നിട്ട് അത് കാലിലുള്ള ഒരു നരമ്പുമായിട്ട് മുട്ടിയിട്ടുള്ള വേദനയാണ്. അല്ലാഹു പരിപൂർണ്ണമാകുന്ന ശിഫ കൊടുക്കുമാറാവട്ടെ, ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് ഈ പ്രസംഗ മേഖലയിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു അതിനുള്ള ആരോഗ്യം കൊടുക്കുമാറാവട്ടെ. ആലുവയിൽ ഒരു ആശുപത്രി വലിയ കുഴപ്പമൊന്നും ഇല്ലാതെ ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ഈ മഹാനവറുകളുടെ, എന്നോട് സിറാജുസ്താൻ തന്നെയാണ് പറഞ്ഞത്, ഇവിടെ ഒരു കാപ്പി ഉണ്ട്, തൊണ്ട അടഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു കാപ്പി ഉണ്ട്, ഈ കാപ്പി കുടിച്ചു കഴിഞ്ഞാൽ ഏത് അടഞ്ഞ തൊണ്ടയും തുറയുമെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? സിറാജുസ്താൻ എന്നോട് പറഞ്ഞു. അപ്പൊ അൽഹംദുലില്ലാ, അത്രത്തോളം മഹത്വമുള്ള ഒരു മക്കാമാണ് ഇവിടെ ഉള്ളത്. അല്ലാഹുവേ, ഈ കണ്ണവം വെളുമ്പത്ത് മക്കാം റൂസ് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനവറുടെ ഗുരുത്വം കൊണ്ട് പഠിച്ചവനെ ഉസ്താദിന്റെ രോഗത്തിന് നീ ശിഫ കൊടുക്കണേ അല്ലാ, ആഫിയത്ത് കൊടുക്കണേ അല്ലാ. അല്ലാഹ് എന്ത് രോഗമാണ് നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. യൂട്യൂബുകാർ പറയണല്ല രോഗം, അവരല്ല രോഗം തീരുമാനിക്കണേ. എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉസ്താദുമായി ബന്ധപ്പെട്ടൊരു തിരക്കല്ലാതെ യൂട്യൂബിൽ കാണാൻ വേണ്ടി ചില താത്താമാര് കാണാൻ വേണ്ടി ചങ്ങായിമാർ യൂട്യൂബ് റീൽസ് ഒക്കെ ഉണ്ടാക്കിയിടും. അതൊന്നും അല്ല സത്യാവസ്ഥ എന്ന് പറയാം. അൽഹംദുലില്ലാ, അല്ലാഹു നീ ശിഫ കൊടുക്കണേ റഹ്മാനെ. ഡിസ്കിന്റെ വേദന, നടുവിന്റെ വേദന പടച്ചവൻ എത്രയും പെട്ടെന്ന് ഇനി നടുവേദനയാണ്, നടുവേദന അല്ലേ ഉള്ളൂ ഉസ്താദേ, അതല്ല. സ്പൈനൽ കോഡ് തള്ളി പുറത്തു വന്നിട്ട് അത് നരമ്പിൽ മുട്ടുമ്പോൾ ഭയങ്കര വേദനയാണ്. ഞാൻ നേരിട്ട് കണ്ട ഒരാളാ, ഞാൻ പൊക്കിയെടുത്ത ഒരാളാണ്. അപ്പൊ എനിക്ക് അതിന്റെ വേദന അറിയാം. അല്ലാഹു ശിഫ കൊടുക്കുമാറാവട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കുമാറാവട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാവട്ടെ. അല്ലാഹു ഉസ്താദിന്റെ കുടുംബത്തിന് അല്ലാഹു സമാധാനം കൊടുക്കുമാറാവട്ടെ. എല്ലാവിധ കള്ള പ്രചരണങ്ങളും അല്ലാഹു നമ്മളേവരെ കാത്തിരക്ഷിക്കുമാറാവട്ടെ.